എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 18 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഒരു T20 ക്രിക്കറ്റില് ഏറ്റവും അധികം സിക്സർ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? അതായത് ഒരു T20 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ്? ഫിൻ അലൻ ആണ്. ആരാണ്? ഫിൻ അലൻ. ഓക്കെ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ്? ഹിഷാം അബ്ദുൽ വഹാബാണ്. ഹിഷാം അബ്ദുൽ വഹാബാണ് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഭൗമസൂചിക പദവി ലഭിച്ച ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഓക്കെ. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരാണ്? 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് KB ശ്രീദേവി. KB ശ്രീദേവിയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി, ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സാറ. ആരാണ്? സാറ. സാറയാണ് പ്രായം കുറഞ്ഞ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തുന്ന വ്യക്തി. നമ്മുടെ ആറാമത്തെ ചോദ്യം, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കാം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ്. 2024 ജനുവരിയിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ബെലാൽ ചുഴലിക്കാറ്റാണ്. ഏതാണ്? ബെലാൽ, ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ്. ഏതാണ്? കൊട്ടാരക്കര നഗരസഭ. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? ലോകത്തെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്, ഓർത്തിരിക്കുക. നമ്മുടെ പത്താമത്തെ ചോദ്യം, 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഏതാണ്? 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഏതാണ്? നമ്മുടെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കാണ്. എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. വേദികൾ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പല കറണ്ട് അഫയേഴ്സ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ വേദികൾ മിസ്സാവാതെ പഠിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? 2024 ജനുവരിയിൽ 2500 വർഷം, എത്രയാണ്? 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ഏതാണ്? ആമസോൺ കാടുകളാണ്. ആമസോൺ കാടുകളിലാണ് 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതെന്നാ കണ്ടെത്തിയത്? 2024 ജനുവരിയിൽ. നമ്മുടെ 12ാമത്തെ ചോദ്യം, ഡെൻമാർക്കിന്റെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണ്? ഡെൻമാർക്കിന്റെ പുതിയ രാജാവ് ഫ്രെഡറിക് 10ാമനാണ്. ആരാണ്? ഫ്രെഡറിക് 10ാമൻ. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനായിട്ട് കേരള സംസ്ഥാന IT മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർമാർക്ക് നേരിട്ട് നൽകുന്നതിനായിട്ട് കേരള സംസ്ഥാന IT മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനമാണ് CC കണക്ട്. അപ്പം ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ റൂട്ടഡ് ആപ്പ് വഴി LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളും എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ PSC റിലേറ്റഡ് മറ്റ് ഫാക്ട്സിനും കറണ്ട് അഫയേഴ്സ് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.